Lord Jesus. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 10:17. എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും, അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും. സെഹിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിന് 17-ാമത്തെ തിരുലിഖിതമാണ് നമ്മൾ ശ്രവിച്ചത്. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും, അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും. എന്ന് പറഞ്ഞാൽ ഒരു നിഷ്കളങ്ക ഹൃദയം, എളിമയുള്ള ഹൃദയം, വലിയ ഭാവമൊന്നുമില്ലാതെ പെരുമാറുന്ന രീതിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ചിന്തകളും ദൈവം കണ്ടറിഞ്ഞ് ഒരനുഗ്രഹമാക്കി മാറ്റും. എന്നിട്ടോ അവരുടെ ഹൃദയത്തിന് ഒരുപാട് ധൈര്യം പകരും, അവരുടെ ഹൃദയത്തിന് ബലം പകരും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു കട്ടപ്പാടി സഖ്യം ധ്യാന കേന്ദ്രത്തിൽ ഇതുപോലൊരു അമ്മച്ചി ധ്യാനം കൂടാൻ വേണ്ടി വന്ന് ആ ധ്യാനകേന്ദ്രത്തിന്റെ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഈശോ പോയി അങ്ങോട്ട് അനുഗ്രഹിച്ച്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ഷീല സേവ്യർ. ഞാൻ കൊച്ചിയിൽ പള്ളുരുത്തി ചിറക്കൽ സെന്റ് ജോസഫ് ചർച്ച് ഇടവക. ഞാൻ കഴിഞ്ഞ 2014 മാർച്ച് 23 തുടങ്ങി 29 വരെയുള്ള ധ്യാനം കൂടാൻ ഇവിടെ വന്നു. ഇവിടെ ഒരാഴ്ച വന്ന താമസമുള്ള ധ്യാനം കൂടി. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ കുറേ ഉറക്കം കുറഞ്ഞാലാ അല്ലെങ്കിൽ യാത്ര ചെയ്താലൊക്കെ എൻ്റെ കാലിൻ്റെ ഞരമ്പ് എല്ലാം കൂടി പിടച്ച് മുകളിലേക്ക് കയറും. പിന്നെ കാലെനിക്ക് ഉറപ്പിച്ച് ചവിട്ടാൻ പറ്റൂല. കാലിന് ഞരമ്പുകളെല്ലാം കൂടെ പടച്ച് മുകളിലോട്ട് കയറി കാല് നിരത്ത് ചവിട്ടാൻ പറ്റാത്ത സ്ഥിതി. ബസ്സിലെല്ലാം കൂടി കയറി എനിക്ക് ഒട്ടും താഴെ കുത്താൻ പറ്റൂല. അപ്പൊ ഞാൻ എവിടെയെങ്കിലും പോയാൽ യാത്ര ചെയ്താലൊക്കെ എനിക്ക് ഭയങ്കര വിഷമത്തിലാണ് ഞാൻ പോണത്. പക്ഷെ ഞാനിവിടെ ധ്യാനം കൂടാൻ വന്നത് അതൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സ്ഥലം വിൽക്കണം, വീട് വെക്കണം, അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. കാലൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പൊ വേറെ ചില കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇതാണ് നിയോഗം വെച്ചിട്ടാണ് അതൊക്കെ വെച്ചിട്ടാണ് ഞാനും എന്റെ ഭർത്താവും കൂടി ഇവിടെ ധ്യാനത്തിന് വന്നത്. വണ്ടിയിൽ ഞങ്ങള് വെളുപ്പിന് 3:30 മണിക്ക് വീട്ടിൽ നിന്ന് പോകുന്നതാ. രാത്രി ഉറങ്ങിയിട്ടില്ല, യാത്രയെ കുറിച്ച് ചിന്തിച്ചിട്ട്. തലേദിവസം രാത്രി ഉറങ്ങിയില്ല, പിന്നെ 3 മണിക്ക് പുറപ്പെട്ട് ക്ഷീണമൊക്കെ കൂടി എറണാകുളത്ത് വന്ന് 5:20 വണ്ടിക്കാണ് ഞങ്ങൾ വന്നത്. ഇവിടെ വന്നപ്പോ 11:15 11:15 വന്നപ്പോ എന്റെ ഓർത്തിരിക്കുന്നുണ്ടല്ലേ അമ്മച്ചിയെല്ലാം. ബസ്സിൽ വരുമ്പോ തന്നെ എന്റെ കാലൊക്കെ നീരി വെച്ചിട്ട് മസിലൊക്കെ പിടിച്ചിരിക്കണേ. അപ്പൊ എനിക്ക് പേടി, ഇറങ്ങിയിട്ട് എങ്ങനെ നടക്കും. അവിടെ നിന്ന് നോക്കിയപ്പോ ഇങ്ങോട്ട് മുകളിലേക്ക് കയറ്റമാണ്. അപ്പൊ എന്റെ ഭർത്താവ് പറഞ്ഞു ബാഗും കടന്നേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പതിയെ ശുശ്രൂഷകർ ചെന്നപ്പോ ബാഗ് സ്നേഹം അമ്മച്ചി വിഷമിക്കാൻ ബാഗ് അവര് മേടിച്ചു. പകുതി ഹീലിംഗ് ആയി. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോ ഒരു ബ്രദർ ചിരിച്ചോണ്ട് വന്നിട്ടും ബാഗും കടതാന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് മടിച്ച് ബാഗ് കൊടുക്കാനായിട്ട് പിന്നെ ഞാൻ വേഗം ബാഗ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കാലിന് നല്ല ബലം. ഞാൻ അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് കയറി അവിടം വരെ വന്നിട്ടും ഞാൻ ഒരു സിസ്റ്ററിനോട് ചോദിച്ചു ബാത്റൂം എവിടെയെന്ന് ചോദിച്ചു. സഹോദരങ്ങളെ, അതായത് ഇവിടെയുള്ള ഒരു ശുശ്രൂഷകൻ സ്വീകരിക്കുന്ന ശുശ്രൂഷൻ ചെന്ന ജസ്റ്റ് ആ ബാഗ് കൈ അങ്ങോട്ട് മേടിച്ചപ്പോ തന്നെ കാല് ബലം പ്രാപിച്ചു. ഞാൻ ഇവിടെ എല്ലാവരും ഓടി നടന്നിട്ടാണ് ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് ശരി. അപ്പൊ എന്റെ ഭർത്താവ് കൊടുത്ത സമയം നിങ്ങൾ നോക്ക്. ഒരു ശുശ്രൂഷ വന്ന ബായി അങ്ങ് മേടിച്ചപ്പോ ഒരഭിഷേകം കൊണ്ട് കിട്ടി. അപ്പോഴും എനിക്കറിയില്ല ഇത് എനിക്ക് കിട്ടിയ സൗഖ്യമാണെന്ന് എനിക്ക് ചിന്ത വന്നില്ല. ഞാൻ എന്നിട്ട് ഇവിടെ 2ാമത്തെ ദിവസം ബിനോയ് അച്ഛൻ എന്റെ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോ എന്താണ് വിഷമമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മുട്ടുകുത്താൻ പറ്റണില്ലെന്ന് പറഞ്ഞു. അപ്പൊ മുട്ടുകുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞ് എവിടെ ഒരു ബ്രദർ ഇരിപ്പുണ്ട്, അവിടെ പേര് പ്രാർത്ഥിക്കെന്ന് പറഞ്ഞു. റാഫേൽ ബ്രദർ ഇവിടെ എണ്ണ നെറ്റിക്ക് തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പോയി. പിന്നെ പ്രാർത്ഥന കഴിഞ്ഞ് കയറി സ്തുതിപ്പിന്റെ സമയത്ത് മുട്ടുകുത്താൻ പറ്റാത്ത ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് സാക്ഷ്യം പറഞ്ഞു. അപ്പൊ ഞാനത് എന്നെയാണെന്ന് വിചാരിച്ചിട്ട് സാക്ഷ്യം പറയാൻ വേണ്ടി ചെന്ന് നിന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി പറഞ്ഞ് എഴുതിയിട്ടാ മതിയാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് എന്നാ എഴുതിയിടാം എന്ന് കരുതി ഞാൻ വേഗം എഴുതിയിടാൻ മതി. സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ഇവിടെ വേറൊരു സിസ്റ്റർ ആകാൻ പഠിക്കണ ഒരു കുട്ടി വന്നിട്ട് മുട്ടുകാലിന് ഇങ്ങനെ വെള്ളം കുത്തിയെടുക്കുമായിരുന്നു, മുട്ടുകുത്താൻ പറ്റണില്ലെന്നൊക്കെ സാക്ഷ്യം പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെയല്ല
ആ കുട്ടിയുടെ ആയിരിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് സാക്ഷ്യം പറയാൻ സൗഖ്യം ഓൾറെഡി കിട്ടി. സാക്ഷ്യം പറയാൻ വന്ന സമയത്ത് പറഞ്ഞപ്പോ വേറൊരാളുടെ സാക്ഷ്യം പറഞ്ഞു പോകും. അതപ്പോ അവർ പറഞ്ഞത് അവർക്ക് പോയി, എനിക്കില്ല. പക്ഷെ ഞാൻ അടുത്ത പ്രാവശ്യം കുർബാനയുടെ സമയത്ത് ഞാൻ മുട്ടി. അപ്പൊ 8 വർഷത്തിലധികമായി ഞാൻ മുട്ടുകുത്താതെ നിന്ന് കുർബാന കാണാൻ തുടങ്ങിയിട്ട്. എവിടെയെങ്കിലും പോയാൽ ഞാൻ ഒന്നെങ്കിലും അരികിലോ എങ്കിലും ഒതുങ്ങി നിൽക്കും. അതല്ലാന്നെങ്കിൽ ബെഞ്ച് കിട്ടിയ ബെഞ്ചിലിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ കുർബാനക്ക് പോകുമ്പോ എന്റെ ഭർത്താവ് എന്നിട്ട് അമ്മച്ചി ഇപ്പൊ എന്താ ഇപ്പൊ രോഗം മാറി കംപ്ലീറ്റ് എല്ലാം മാറി. ഞാൻ ഇപ്പൊ എവിടെ പോയാലും മുട്ടുകുത്തിന്ന് കുർബാന കാണാറുണ്ട്. കംപ്ലീറ്റ് രോഗം മാറി. അപ്പൊ ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പോഴേ സാക്ഷ്യം എഴുതിയിട്ടപ്പോ ഞാൻ ഈ മസിൽ പിടുത്തത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ഇന്നലെ മിനിയാവുന്ന പേപ്പർ കിട്ടിയപ്പോ എഴുതാൻ തുടങ്ങിയപ്പോ ഞാൻ വേണ്ട നാളെ രാവിലെ എഴുതാം എന്ന് എഴുതി. ചെന്ന് രാത്രി കിടന്നു കഴിഞ്ഞപ്പോ എനിക്ക് പതിവില്ലാണ്ട് എന്റെ കാലിന്റെ മസിലെല്ലാം അത് നന്നായി. ആ സാക്ഷ്യപ്പെടുത്ത കാര്യം വിട്ടുപോയിട്ട് 1 വർഷം കഴിഞ്ഞപ്പോ കർത്താവ് ചെറിയൊരു പിടുത്തം പിടിത്തേ ഇങ്ങനെ ഒരു കാര്യം മഹത്വപ്പെടുത്താനുണ്ട്. ഈ 1 വർഷത്തിൽ എനിക്ക് മസിൽ പിടിച്ചിട്ടില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് കാലിന്റെ മസിലൊക്കെ കൂടി പിടിച്ച് സാക്ഷ്യപ്പെടുത്തണം ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ലേ അത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഞാനത് പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പൊ ഞാൻ വേഗം ഇവിടെ വന്ന് രാവിലെ എഴുതിച്ച് എല്ലാം എഴുതി വിശദമായിട്ട് എഴുതിയിട്ട് കർത്താവിന് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. പ്രൈസ് ദി ലോർഡ്. ഈശോ അത്ഭുതം ചെയ്ത് അങ്ങ് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും, അവരുടെ ഹൃദയത്തിന് അവിടുന്ന് ധൈര്യം പകരുമെന്ന വചനം എത്രയോ സത്യമാണ് സഹോദരങ്ങളെ. ഒരു നിഷ്കളങ്ക ഹൃദയമാണോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ പോലും പറയേണ്ട ആവശ്യമില്ല, ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അങ്ങോട്ട് ഇടപെടും. അത്രയും ദൈവം സമീപസ്ഥനായ ഒരു ജനതയാണ് നമ്മൾ. പ്രിയപ്പെട്ട സഹോദരൻ, ദൈവം ഇത്ര അടുത്ത് സമീപസ്ഥനായ വേറൊരു ജനതയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സമയത്ത് വലിയ ആഹ്ലാദത്തോടെ, വലിയ ഹൃദയ തുറവിയോടെ, വലിയ നിഷ്കളങ്കതയോടെ, ഒരു എളിമ മനസ്സതയോടെ നമുക്ക് കർത്താവിനെ ഒന്ന് ആരാധിക്കാം. സാധിക്കുന്നവരെല്ലാം ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി വലിയ ആഹ്ലാദ ആരവത്തോടെ കർത്താവിനെ ഒന്ന് ആരാധിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കർത്താവിൻ്റെ ഹൃദയം തുറന്ന് പറയുക, കർത്താവേ ഞങ്ങൾ എളിയവരാണ് കർത്താവേ, ഞങ്ങൾ പാവങ്ങളാണ് കർത്താവേ, അവിടെ നല്ല വേറെ ആരും ഞങ്ങൾക്കില്ല കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിഷ്കളങ്കത ഇവിടുന്ന് കാണണം കർത്താവേ, അവിടുന്ന് ഇടപെടണം കർത്താവേ, ഞങ്ങളെ സ്പർശിക്കണം കർത്താവേ. ഈ മണിക്കൂറിൽ ഞങ്ങൾക്ക് വലിയ വചനത്തിൻ്റെ അഭിഷേകം തരണേ കർത്താവേ, വലിയ ഹീലിംഗ് നൽകണമേ കർത്താവേ. ഓ ദൈവമേ, ആരാധന സമയത്ത് വലിയൊരു അഭിഷേകം തുറന്നു തരണേ കർത്താവേ. ഞങ്ങളുടെ മനസ്സിന് അവിടുന്ന് ബലം നൽകണമേ, ഞങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം നൽകണമേ. ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദാസന്മാരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും തരത്തിൽ നിഷ്കളങ്കതയ്ക്ക് യോജിക്കാത്ത ഹൃദയകാഠിന്യമോ താൻപോര്യമോ ഭാവമോ അഹങ്കാരമോ ആത്മപ്രശംസയോ മറ്റേതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളും ബന്ധനമുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമശക്തിയാൽ, യേശുവിൻ്റെ വചനശക്തിയാൽ ഇപ്പോൾ അതെല്ലാം വിട്ടുമാറ്റം കൽപ്പിക്കുന്നു. ആരാധന, 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 ആരാധന. വലിയ ഹൃദയത്തുറവി, വലിയ ഹൃദയ സ്വാതന്ത്ര്യം, ഹൃദയത്തിന് വലിയ മാംസരത, വലിയ ആത്മീയ ഉണർവ് ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മേ, വചനത്തിൻ്റെ അമ്മേ, നിഷ്കളങ്കയായ അമ്മേ, എല്ലാ ഹൃദയത്തെ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകും, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പരിശ്രമിക്കുന്ന വിഷയം പള്ളിയിൽ പോകുന്നതിന് മുമ്പ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിഷയം പറഞ്ഞു തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് സാധാരണ നമ്മുടെ കുടുംബങ്ങളിൽ, ഞാൻ ചെറുതായിരുന്ന സമയത്ത് എൻ്റെ വീട്ടിലടക്കം നമ്മുടെ പല കുടുംബങ്ങളിലും പറഞ്ഞു കേൾക്കാറുള്ള സെൻറ്റൻസുണ്ട്. പ്രത്യേകിച്ച് ഞായറാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും, ഡാ മോനെ പള്ളിയിൽ പോകുന്ന സമയം വേഗം പള്ളിയിൽ പോകാൻ ഒരുങ്ങ്, നീ കുളിക്കാൻ നോക്കുക, പള്ളിയിൽ പോകണ്ടേ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ദേവാലയത്തിൽ പോകുന്നതിന് മുമ്പ് ചില ഒരുക്കങ്ങൾ നടത്തുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തോട് ചേർന്ന് അലിഞ്ഞു ചേർന്നിരിക്കുന്നൊരു സംഗതിയാണ്. പള്ളിയിൽ പോകുന്ന സമയമായി പെട്ടെന്ന് ഇറങ്ങ് എന്നൊക്കെ പറഞ്ഞുള്ള സെൻറ്റൻസുകൾ നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കാറും പറയാറുള്ളതുമാണ്. ചിലപ്പോൾ ചില കാരണവന്മാർ അവർ
ശനിയാഴ്ച വൈകുന്നേരം തന്നെ പ്രത്യേകിച്ച് തലമുടിയൊക്കെ വെട്ടാണെങ്കിൽ തലമുടിയൊക്കെ വെട്ടി ഷേവൊക്കെ ചെയ്ത് നല്ല റെഡിയായി ഞായറാഴ്ച കുർബാനയ്ക്ക് കൊണ്ടുവരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ ഇറങ്ങുമ്പോൾ നല്ല സാമാന്യം കൊള്ളാവുന്ന ഡ്രസ്സൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഭൗതികമായ ഒരു ഒരുക്കം നടത്തിയിട്ടാണ് നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദേവാലയത്തിലേക്ക് പോകണം. സാമാന്യം നല്ല രീതിയിൽ ഒരു ഒരുക്കം നടത്തിയിട്ടാണ് നമ്മൾ ദേവാലയത്തിലേക്ക് പോകുന്നത്. ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ വേണ്ടി ഓരോ കിടന്ന പോലെ പള്ളിയിലേക്ക് അങ്ങനെ കയറാൻ പാടില്ല, അത് നമുക്കറിയാം. ഒരു പള്ളി പരിസരത്തോട് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കുട്ടികൾ ബഹളം വെച്ച് കളിയൊക്കെ നടത്തിക്കൊണ്ടാണ് നടന്നു പോകുന്നതെങ്കിൽ കുട്ടികളെ പറഞ്ഞ് ശാന്തം പള്ളിമുറ്റത്തെത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ദേവാലയത്തിൽ പള്ളിയിൽ ഒരു തിരുക്കർമ്മത്തിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ചില ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ഭൗതികമായ ചില ഒരുക്കങ്ങളാണ്. എന്നാൽ നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ പള്ളിയിൽ പോകുന്നതിന് മുമ്പ്, ദേവാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, നീ ഒരു ധ്യാന ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ്, നീ ഒരു കൺവെൻഷൻ കൂടാൻ പോകുന്നതിന് മുമ്പ്, നീ നിന്റെ ആത്മീയ ജീവിതത്തിൽ, നീ നിന്റെ ആധ്യാത്മിക തലത്തിൽ എന്തുമാത്രം ഒരുങ്ങിയെന്ന് ഗൗരവത്തോടെ ചിന്തിക്കണം. അതിനെക്കുറിച്ച് ബൈബിളിൽ ആദിമ ക്രൈസ്തവ സമൂഹം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണ പീഡാസന ഉത്ഥാന രഹസ്യങ്ങൾക്ക് ശേഷം ഇത് കണ്ട് കേട്ട് തൊട്ട് അനുഭവിച്ചറിഞ്ഞ അപ്പസ്തോലന്മാരുടെ കരങ്ങളിലൂടെ രൂപപ്പെട്ട ഈ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ, ആ സഭയുടെ ആദിമ ക്രൈസ്തവ സമൂഹം, യേശുവിനെ അനുഭവിച്ചറിഞ്ഞ് യേശുവിനെ കണ്ടിട്ടുള്ള ആ ആദിമ ക്രൈസ്തവ സമൂഹം, അവരുടെ ജീവിതത്തിൽ അവർ നടന്ന ചില ഒരുക്കത്തെക്കുറിച്ച് ബൈബിളിൽ ചില സൂചനകളുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാമത്തെ അധ്യായത്തിലാണ്. 2-ാമത്തെ അധ്യായത്തിൻ്റെ 46-ാം തിരുലിഖിതം, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:46. അവിടെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: അവർ ഏക മനസ്സോടെ താല്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ ആദ്യ നാളുകളിലെ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ ദേവാലയത്തിലേക്ക് ഒരു ദൈവ പൈതൽ പോകുമ്പോൾ അവർ ഒരുങ്ങിയിരുന്ന 4 തരത്തിലുള്ള ഒരുക്കത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? 1, ഏക മനസ്സോടെ; 2, താല്പര്യപൂർവം; 3, അനുദിനം; 4, ദേവാലയത്തിൽ ഒന്നിച്ചു കൂടിയിരുന്നു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഉറക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങൾ, നമ്മുടെ സഭയുടെ കർത്താവ് വെളിപ്പെടുത്തുന്ന ചില പാരമ്പര്യങ്ങൾ, അത് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനകത്ത് 1-ാമത്തെ കാര്യമാണ്, നീ ഒരു ദേവാലയത്തിൽ ഒരു ശുശ്രൂഷയ്ക്ക്, ഒരു പ്രാർത്ഥനയ്ക്ക്, ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക്, ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക്, നീ ഇടവകളിൽ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക്, അല്ലെങ്കിൽ എന്തിനു പോകണമെങ്കിലും വചനം വെളിപ്പെടുത്തുകയാണ് ഏക മനസ്സോടെ പോകണം. എന്താ ഏക മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താവിനോട് ഹൃദയത്തിൽ വെറുപ്പ്, അപ്പനോട് അമ്മയോട് താല്പര്യമില്ല, ഭാര്യ ഇഷ്ടമില്ല, അപ്പൻ അപ്പൻ്റെ വഴിക്ക്, മക്കൾ മക്കളുടെ വഴിക്ക്, ഇതാണോ ഏക മനസ്സ്? പ്രൈസ് ദി ലോർഡ്. നീ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ നീ എന്താ പ്രതീക്ഷിക്കുന്നത്? ഈ കുർബാന കണ്ടു കഴിയുമ്പോൾ, ഈ ധ്യാനം കൂടിക്കഴിയുമ്പോൾ നിനക്ക് ചില അനുഗ്രഹങ്ങൾ കിട്ടണം, നിനക്ക് കുറച്ച് ആശ്വാസം കിട്ടണം, കുറച്ചുകൂടെ ഹൃദയത്തിനൊരു അനുതാപം കിട്ടണം, കടബാധ്യത മാറണം, രോഗം മാറണം. ഇപ്പോൾ ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, എനിക്കറിയാം. എന്നാൽ കർത്താവ് പറഞ്ഞ്, ക്രിസ്തുവിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം, ഒരു സംഗതി നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിനക്ക് ഏക മനസ്സില്ലെങ്കിൽ അത് ലഭിക്കുകയില്ലെന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെവിടെ വായിക്കുന്നത്? അത് നമ്മൾ വായിക്കുന്നത് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിലാണ്. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1, 2 തിരുലിഖിതങ്ങൾ. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിന് 1, 2 തിരുലിഖിതങ്ങളിൽ വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ, സ്നേഹത്തിൽ നിന്നുള്ള സ്വാന്തനമോ, ആത്മാവിലുള്ള കൂട്ടായ്മയോ, എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. എത്രയോ സുന്ദരമായ വചനമാണ്.
ഒരു ദേവാലയത്തിൽ പോയി ഒരു കുർബാനയെ സംബന്ധിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു ആനന്ദം, ദൈവത്തിൻ്റെ ആനന്ദം, പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് വരണമെങ്കിൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ്, നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച്, ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പോണേ എങ്കിലേ ക്രിസ്തുവിൽ നിന്നുള്ള എന്തെങ്കിലും ആശ്വാസ പ്രതീക്ഷ നമ്മളുണ്ടാവുള്ളൂ. ക്രിസ്തുവിനുള്ള എന്തെങ്കിലും സംഘം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങനത്തെ ഒരു പെരുമാറ്റം വേണമെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൻ്റെ വഴിഞ്ഞ് അപ്പൻ്റെ അഭിപ്രായം, മക്കൾ വഴിഞ്ഞ് മക്കളുടെ അഭിപ്രായം. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ധാരണ വെച്ചുകൊണ്ടാണ് പള്ളി പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം, പള്ളി കഴിഞ്ഞ് തിരിച്ചു പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം. എങ്ങനെയാണ് നമ്മുടെ ജീവിതം പോകുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് ഈ ദേവാലയത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരണത്? ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് പോകുന്നെങ്കിൽ സംഭവിക്കുന്നത് എന്നറിയോ? ചേമ്പറിന്റെ പുറത്തേക്ക് വെള്ളം ഒഴിക്കുന്ന പോലെ, കരിങ്കലിന്റെ പുറത്തേക്ക് വെള്ളം ഒഴിക്കുന്ന പോലെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ആ ദേവാലയത്തിന്റെ ബലിപെടുന്ന എത്ര നിന്റെ ജീവിതത്തിലേക്ക് വന്നാലും അതെല്ലാം നിന്റെ ശരീരത്തിന്റെ മുകളിൽ തട്ടത്തിന്റെ പുറത്ത് പോകുന്നല്ലാതെ ഒരു സംഗതി ഉള്ളിലേക്ക് ഇറങ്ങിയല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ടാണ് കർത്താവത്തെ സുവിശേഷത്തിന്റെ വചനം ഇങ്ങനെ വെളിപ്പെടുത്തിയത്, നിങ്ങൾ ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും ഞാൻ സാധിച്ചു തരും എന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ധാരാളം പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം കിട്ടുന്നില്ല. ചിലപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ എത്ര ധ്യാനത്തിന് പോയാലും എത്ര കുർബാന സംബന്ധിച്ചെടുത്താലും എത്ര കൊന്തയില്ലാലും എനിക്കൊരു അനുഭവം ഉണ്ടാകുന്നില്ല. ദൈവം എന്നെ കൈവിട്ടോ, ദൈവത്തിന് താല്പര്യമില്ലേ, എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? അതിനു മുമ്പ് ദൈവം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊരു കാര്യമാണ്, ഒരു ആത്മീയ കാര്യത്തിനും പുറപ്പെടുന്നതിന് മുമ്പേ നിന്റെ മനസ്സ് എല്ലാ തരത്തിലും ഒരു ഐക്യത്തിൻ്റെ അന്തരീക്ഷം വരണം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ സംഗതി കർത്താവ് ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്, താല്പര്യപൂർവ്വം നീ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് പോകണം. താല്പര്യപൂർവ്വം ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് പോകണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ച് നോക്കണം, ഒരു സിനിമ കാണാൻ പോകുന്ന താല്പര്യം ഉണ്ടോ നമുക്ക് ദേവാലയത്തിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ? ഒരു കൺവെൻഷൻ കൊണ്ടാൻ പോണതാണ്, അത് നിനക്കൊരു സർക്കസ് കാണാൻ പോകണം നിനക്ക് താല്പര്യം കൂടുതൽ. നിനക്ക് ഇഷ്ടമുള്ളൊരു ഗെയിം കളിക്കാൻ പോകുമ്പോൾ കാണുന്ന ആ ഇൻട്രസ്റ്റ് നിനക്ക് ഒരു ജപമാല സമാപനത്തിന് പോകുമ്പോൾ, ഒരു നവനാൾ കൂടാൻ പോകുമ്പോൾ തോന്നുന്നുണ്ടോ? അവർക്ക് പറയാം ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഏത് കാര്യം ചെയ്യാൻ പോകുന്നതിനേക്കാൾ കൂടുതലൊരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ വരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം വരും. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ പ്രസംഗിച്ചപ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമുണ്ട്. ആ അച്ഛൻ പറഞ്ഞെങ്ങനെയാണ്, ഒരു ഇൻ്റർവ്യൂവിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂവിന് 10 മണി എന്ന് പറഞ്ഞാൽ 9 മണിക്ക് അവിടെ പോയി നമ്മൾ കാത്തുകെട്ടി നിൽക്കും. ഒരു ഡോക്ടറെ കാണാൻ പോകുന്ന അപ്പോയിൻമെൻ്റ് എടുത്ത് കഴിഞ്ഞാൽ എത്രയോ മണിക്കൂറുകൾ പറഞ്ഞ സമയത്ത് മുമ്പെത്തില്ലേ? ഒരു ട്രെയിന് പുറപ്പെടുന്നുണ്ടെങ്കിൽ സംഘം നേരത്തെ എത്തില്ലേ? എന്നാൽ നമ്മൾ ദേവാലയത്തിൽ കൂനാശകൾ പരിക്രമം ചെയ്യുന്ന സ്ഥലത്ത് ദൈവം നേരിട്ട് ഇറങ്ങുന്ന സമയത്ത് യേശുവിനെ നേരിട്ട് കാണുന്ന ഒരു കാര്യത്തിന് നമ്മൾ പോകുമ്പോൾ എത്രമാത്രം തീക്ഷ്ണത, എത്രമാത്രം താല്പര്യം, എത്രമാത്രം ഇൻട്രസ്റ്റ് നമ്മൾ അതിന് വേണ്ടി എടുക്കുന്നുണ്ട്. ഭൗതികമായ പല ഒരുക്കങ്ങൾ നടന്നു കൊടുത്തതിൽ നിന്റെ ആത്മാവ് എത്രമാത്രം ഒരുങ്ങുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആദ്യമ സമൂഹത്തിൽ ഓരോ പ്രാർത്ഥനാ ശുശ്രൂഷകൾ അവർക്ക് അനുഭവമായിരുന്നു. ഒരു കുടുംബ യൂണിറ്റ്, നമ്മൾ ഇന്ന് കാണുന്ന ഒരു കുടുംബ യൂണിറ്റിൻ്റെ സമ്മേളനം പോലെ അവരുടെ കാലത്ത് അത് എത്ര ഒരു അനുഭവമായിരുന്നു അവർക്ക്. അവർ വലിയ ആനന്ദത്തോടെ മടങ്ങിപ്പോയി. എന്നാണ് പറഞ്ഞത്. ദേവാലയത്തിൽ നിന്ന് ആനന്ദത്തോടെ മടങ്ങണമെങ്കിൽ ഈ ദേവാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ചില ഒരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടത്തണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി പരീക്ഷയ്ക്ക് പോകുമ്പോൾ നല്ല ഇത് ഒരുങ്ങിയെങ്കിൽ മാത്രമേ പരീക്ഷ കഴിഞ്ഞിട്ട് ആനന്ദത്തോടെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ആനന്ദം ഉണ്ടാവില്ല. റിസൾട്ട് വരുമ്പോൾ ഉള്ളതും കൂടെ പോവും. നിന്റെ ഒരുക്കം എത്ര ശക്തമാണോ അത്രമായിരിക്കും ആനന്ദത്തിന്റെ അഭിഷേകം നിന്റെ ഹൃദയത്തിൽ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് സഹോദരങ്ങളെ, അവർ അനുദിനം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി. അനുദിനം. എന്താണ് അനുദിനം എന്ന് പറഞ്ഞാൽ? അനുദിനം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ഒരു ദിവസം പോലും മുടക്കമില്ലാതെ അവർ അനുദിനം ദേവാലയത്തിൽ പോയിരുന്നു. അതാണ് നൽകുന്നതിൻ്റെ സൂചന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് പോലും കുഴപ്പമൊന്നുമില്ല. ചില ആൾക്കാർക്ക് വേറെ രീതിയാണ്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഞായറാഴ്ച മാത്രം ഒന്ന് പോയാൽ പോരെ? എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ?
അത് വർഷത്തിലൊന്നൊക്കെ ആ ആണ്ടുകുമ്പസാരത്തിന് നമ്മൾ നടത്തിയാൽ പോരെ? എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്, അവർ അനുദിനം ദേവാലയത്തിൽ പോയിക്കൊണ്ടിരുന്നു, അനുദിനം ബലിയിൽ പങ്കുചേർന്നിരുന്നു, അനുദിനം വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നു. അതാണ് അതിന്റെ സൂചന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ 7-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് കാണുന്നൊരു സംഗതിയുണ്ട്. ദാനിയേല് നബൂഖദ്നേസർ രാജാവിന്റെ കൊട്ടാരത്തിലേക്കൊക്കെ ആനയിക്കപ്പെട്ട് അവിടെ ഒരു പ്രത്യേക അവസ്ഥയിൽ ജീവിക്കുമ്പോൾ ദാനിയേലും മറ്റെല്ലാവരും അന്യദൈവ ആരാധന അല്ല ദൈവമായ കർത്താവിനെ ആരാധിക്കുക ഒന്നും പറ്റാത്തൊരു സാഹചര്യത്തിൽ ആ ദാനിയേൽ ചെയ്തിരുന്ന കാര്യം എന്നറിയോ? ദാനിയേൽ ചെയ്ത കാര്യം തന്നെ 10-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. അപ്പം നോക്കിയ ദേവാലയത്തിൽ പോകാനില്ലാത്തൊരു സാഹചര്യത്തിൽ ജെറുസലേം ദേവാലയത്തിന് നേരെ തുറന്നു കിടക്കുന്ന ജനല് അവന് മുട്ടുകൊന്ന് ജെറുസലേമത്തിന് നേരെ അവൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ ദിവസം 3 പ്രാവശ്യം. ലൂക്കായുടെ 1-ാമത്തെയും 2-ാമത്തെയും അധ്യായം കാണുന്ന ചില സംഭവങ്ങളുണ്ട്. യേശുവിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അവൻ പതിവ് പോലെ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. ദിനം തോറും പ്രാർത്ഥന, ദിനം തോറും അനുദിനം. അവ പഴയ നിയമത്തിലെ പ്രവാചകന്മാരും പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവും പിന്നെ യേശുക്രിസ്തുവിന്റെ കാലശേഷം അപ്പസ്തോലന്മാരുടെ നേതൃത്വത്തിലുള്ള സഭാ സമൂഹം കാണിച്ചെന്ന് ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കാര്യം പറയാനുണ്ട്. രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് നന്ന റെഡിയായിട്ട് നീ ദേവാലയത്തിൽ പോയി അനുദിനം ദൈവിക കാര്യങ്ങൾ സംബന്ധിച്ച് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുക, നീ കോളേജിലേക്ക് പോകാൻ തുടങ്ങുക. നിന്റെ ജീവിതം അനുഗ്രഹത്തിന് ആരാമമായി കർത്താവ് മാറ്റും. അവർക്ക് പറയാം ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നേരെ പറഞ്ഞ് പ്രിയപ്പെട്ട പല ആൾക്കാരുടെ പാപത്തിന്റെ പ്രവർത്തികൾ അനുദിനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ കാണുന്ന രംഗമുണ്ട്. ദാനിയേൽ പ്രവചനത്തില് 13-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 12-ാമത്തെ വാക്യം, 2 ന്യായാധിപന്മാരെ സൂസനെ കുളിക്കാൻ പോകുന്നത് നോക്കി ദിനംതോറും അവളെ നോക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം പോലും മുടങ്ങാതെ പാപം ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ഇന്റർനെറ്റിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കാണുക, എല്ലാ ദിവസവും മദ്യപിക്കുക. പാപത്തിന്റെ കാര്യത്തിൽ നല്ല കണിശതയുണ്ടല്ലോ. എന്നാൽ ആത്മീയ കാര്യങ്ങൾക്ക് എത്ര ചിട്ടയും കർമ്മയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഡിസിപ്ലിൻ ഇല്ലാത്തടത്ത് ആധ്യാത്മികത വളരുകയില്ല. ഡിസിപ്ലിൻ ഇല്ലാത്തടത്ത് ആധ്യാത്മികത വളരില്ല. ഒരു ചിട്ടയും ക്രമം വേണം നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ ഓരോ ബലിയർപ്പണങ്ങളും ഓരോ ആത്മീയ ശുശ്രൂഷ അനുഭവമാകണമെങ്കിൽ ആദ്യം സഭ പഠിപ്പിക്കുന്ന 4-ാമത്തെ കാര്യമുണ്ട്. അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദേവാലയത്തിൽ ഒരുമിച്ച് കൂടണം. ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവം വസിക്കുന്നത് ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞാൽ നിന്റെ വീട് ഒരു ദേവാലയമാണ്. നിന്റെ വീട്ടിലാണ് കുടുംബ പ്രാർത്ഥന നടക്കുന്നത്. കുടുംബ സമ്മേളനം ഇടവക നടക്കുമ്പോൾ ആ നടക്കുന്ന സ്ഥലം ഒരു ദേവാലയമാണ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന ഒരു ദേവാലയമാണ്, നിന്റെ ശരീരം ദേവാലയമാണ്. അതുകൊണ്ട് നീ ഒന്നിച്ച് കൂടേണ്ടത് ദേവാലയത്തിനാണ് ഒരുമിച്ച് കൂടേണ്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ പ്രിയപ്പെട്ട സഹോദരൻ, എന്താ ദേവാലയത്തിൻ്റെ പ്രത്യേകത? ദേവാലയം പരിശുദ്ധമാണ്. ഈ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ ശരീരം പരിശുദ്ധമായിരിക്കണം. നീ ഒന്നിച്ച് കൂട്ടുന്ന സ്ഥലം നല്ല പരിശുദ്ധമായിരിക്കണം. ഇത് എല്ലാ ഷോക്കേസും കൊണ്ട് ബ്രാൻഡി കുപ്പി, എല്ലാ തരത്തിലെ സിഗരറ്റും എല്ലാ തരത്തിലെ പാപത്തിന്റെ സംഗതികളോടെ കയറ്റി വെച്ചിരിക്കുന്ന നിന്റെ വീട്ടിൽ നീ ഇരുന്ന് കുണപ്രാർത്ഥന നടത്തിയാൽ അവിടെ എങ്ങനെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കുന്നത്? നിയമാവർത്തന പുസ്തകം 23-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ കർത്താവ് വെളിപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിനോട് സഞ്ചരിക്കുന്നുണ്ട്. ശുചിത്വമല്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് അകന്ന് പോകാതിരിക്കാൻ പാളയം പരിശുദ്ധമായി കരുതണം. നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ നിന്റെ കുടുംബപ്രാർത്ഥന വീട്ടിൽ നടത്തുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നിട്ട് നിന്റെ കുടുംബത്തിന്റെ അശുദ്ധി കണ്ടിട്ട് നിന്റെ പാളയത്തിന്റെ അശുദ്ധി കണ്ടിട്ട് ദൈവം അവിടെ നിന്ന് മാറിപ്പോകുന്നതിനകം നീ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് സഹോദരങ്ങളെ, ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയ്ക്കുമ്പോൾ പരിശുദ്ധി വേണം, ഈ ശരീരത്തിന്റെ പരിശുദ്ധി വേണം. നീ ഗുണപ്രാർത്ഥന നടന്ന സ്ഥലത്ത് നിന്ന് എല്ലാ അലുക്കൊലിക്ക് പരിപാടികളും നടത്തിയിട്ട് ആ വീട്ടിൽ നിന്നിട്ട് ഗുണപ്രാർത്ഥന നടത്തിയിട്ട് എങ്ങനെയാണ് ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കുന്നത്? നീ ഓഫീസിന് മുമ്പിൽ രൂപം വെച്ചിട്ടുണ്ട്, ആ രൂപത്തിന് മുമ്പിൽ എല്ലാ ദിവസവും തിരികെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഓഫീസിൽ കൈക്കൂടിയും പലതരത്തിലുള്ള ദൈവത്തില്ലെങ്കിൽ പ്രവൃത്തികൾ നടക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ ദൈവം വ്യാപരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇത് അച്ഛൻ ദേഷ്യപ്പെട്ട് പറയുന്നതല്ല സഹോദരങ്ങളെ, നമ്മൾ ഗൗരവ ബുദ്ധിയെ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദേവാലയത്തിലേക്ക് പോകുന്നതിന്, പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഭൗതിക ഒരുക്കം നടക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ആത്മാവ് ഇങ്ങനെ ഒരുങ്ങണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.
കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഓരോ ദൈവവചനവും നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളെ ശുചിയാക്കുന്ന വാളാണ്. അത് ഹൃദയത്തിലേക്ക് തുളച്ച് കയറി ആത്മാവിൻ്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും എല്ലാം വേർതിരിക്കുമെന്ന് വചനമുണ്ട്. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ചില കാര്യങ്ങളിൽ തിരുത്തണമെന്ന് തോന്നൽ വന്നിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ ഒന്നുകൂടെ നന്നാക്കണമെന്ന് ബലപ്പെടുത്തണമെന്ന് ഉറപ്പിക്കുകയോ തീരുമാനം ഉണ്ടാകണം. ആ തീരുമാനം സമർപ്പിച്ചപ്പോൾ കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഭൗതികമായും ആധ്യാത്മികമായും ഒരുപോലെ ഒരുങ്ങാൻ ഓരോ ദാസന്മാരെ അഭിഷേകം ചെയ്യണമേ. അതിനെ തടസ്സമായി നിൽക്കുന്ന എല്ലാ കെട്ടുപാടുകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടൊഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബം പരിശുദ്ധമാകട്ടെ, ഓഫീസ് പരിശുദ്ധമാകട്ടെ, വാഹനം പരിശുദ്ധമാകട്ടെ, പ്രാർത്ഥന നടക്കുന്ന എല്ലാ സ്ഥലങ്ങളും പരിശുദ്ധമായി തീരട്ടെ. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. 4 കാര്യങ്ങൾ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. Come, Lord Jesus. ആൾക്കാരിൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവിനോട് ഒരാത്മീയ ശുശ്രൂഷയ്ക്ക് നന്നായി ഒരുങ്ങാൻ എന്നെ കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ആശീർവാദ സമയത്ത് അതിന് ചേരാത്തതെല്ലാം മാറി തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് നീട്ടിപ്പിടിച്ച് അതിരവ് ഹൃദയം ഒന്നുപോലെ തുറന്നൊരു നിഷ്കളങ്ക ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ, ഇപ്പോൾ ഓരോ ദാസന്മാർ അവിടുന്ന് കരം വെച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ജീവിത വ്യഗ്രത, സുഖലോലപത, മദ്യാസക്തി, പലതരത്തിലുള്ള ഈ ലോകത്തിൻ്റെ ആസക്തിയാൽ കഴിച്ചു മരിക്കുന്ന ഓരോ ഹൃദയങ്ങൾ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ തടസ്സങ്ങൾ മാറട്ടെ. ഭിന്നത, ഐക്യക്കുറവ്, എല്ലാത്തരം വിഭാഗത ചിന്തകളെ കെട്ടുകൾ ഇപ്പോൾ വിട്ടൊഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പിന്നെയാകട്ടെ കർത്താവ് ആത്മീയകാരൻ താല്പര്യമില്ലെന്ന അലസത, മടി, ക്ഷീണം യേശുനാമത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഓരോ ഹൃദയങ്ങളും സ്പർശിക്കണമേ. കർത്താവിനെ സ്വീകരിക്കുന്ന തടസ്സമായി നിൽക്കുന്ന ശരീരത്തിൻ്റെ അശുദ്ധികൾ, കുടുംബത്തിൻ്റെ ബന്ധനങ്ങൾ, സ്ഥലത്തിൻ്റെ പൈശാചിക പീഡകൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തമായ അഭിഷേകം വ്യാപരിക്കുന്നു. Come, Lord Jesus.